ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന സമയത്താണല്ലോ സച്ചി ഓരോന്ന് ചോദിച്ച് ശ്രുതിയുടെ കള്ളത്തരം പുറത്തു വരുന്നുള്ള അവസ്ഥയാണിത്. അപ്പോൾ ശ്രുതി അത് ഏറ്റുപിടിച്ചിട്ട് പറയും, സച്ചിക്ക് ഇപ്പം എന്താ അറിയേണ്ടത്? എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തന്നില്ല, ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് ഇട്ടത്. അപ്പോൾ സച്ചി പറയാണ്, അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ എനിക്ക് രേവതിയുടെ വീട്ടിൽ നിന്ന് കാശ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ രേവതി അത് ആരുടെ കയ്യിലാണ് തരിക? അപ്പോൾ രേവതി അതെന്താ ഇപ്പോൾ സച്ചിയായിട്ട് അങ്ങനെ ചോദിച്ചു പറ, രേവതിയുടെ വീട്ടിൽ നിന്ന് പൈസ തരാണെങ്കിൽ അത് ആരുടെ കയ്യിൽ തരും? അപ്പോൾ രേവതി പറയും, അത് എൻ്റെ വീട്ടുകാരെ എൻ്റെ കയ്യിലാണ് തരിക. ഓക്കെ, വർഷയുടെ വീട്ടിൽ നിന്ന് കാശ് തരികയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്താന്ന്. ഇപ്പോൾ വർഷ പറയണത് സച്ചിയേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മ എനിക്ക് പൈസ തരാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ തരിക. പിന്നെ എന്തുകൊണ്ട് ശ്രുതിയുടെ അമ്മ അയച്ച് ശ്രുതിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും കിടന്നിട്ട് ഇങ്ങനെ ഉരുളാണ്. അപ്പോൾ ശ്രുതി പറയാം, സച്ചി നീ ഇതിൽ കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കി കുടുംബത്തെ വഴക്കുണ്ടാക്കണ്ട. അച്ഛനത് ഇളയച്ചനെ ഏൽപ്പിച്ചിട്ട് ഇളയച്ചൻ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അത് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞത്. ഇതിൽ നീ കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കണ്ട, വെറുതെ കുടുംബത്തെ വഴക്കുണ്ടാക്കണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി ഇത് കേട്ടിക്കുമ്പോൾ പറയണം, മോളെ അവനത് പറയും, കാരണം അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് അവനൊന്നും കിട്ടാനില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് നിന്ന് രേവതി പറയണം, എനിക്കറിയായിരുന്നു നിങ്ങൾ ലാസ്റ്റ് എൻ്റെ തലയിൽ ഇത് കൊടുന്നിടുന്നു, ഞാൻ എന്താ എന്നെ പറയാത്തതെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മാത്രം അത്ര ഗതിയില്ലാത്തവനൊന്നല്ല എൻ്റെ സച്ചേട്ടൻ അന്തസ്സായിട്ട് ജീവിക്കുന്നവനാണ്, സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നവനാണ്. പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് മേടിക്കാൻ മാത്രം നാണം കെട്ടാനല്ല എൻ്റെ സച്ചേട്ടന് ഒരു അന്തസ്സും അഭിമാനം ഉണ്ടോ? ഒരിക്കലും അദ്ദേഹം ഭാര്യ വീട്ടുകാരുടെ കാശും പണം നോക്കി ഇരിക്കില്ല എന്ന് പറയുന്നു രേവതി. അപ്പോൾ സച്ചി അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക രേവതി, അതാണെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോട് പറയണു. അങ്ങനെ ചന്ദ്രയുടെ വായ അടപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ റൂമിൽ പോകുമ്പോൾ റൂമിൻ്റെ വാതിലടച്ചിട്ട് ശ്രുതി ഗെയിം കളിച്ചുകൊണ്ട് കിടക്കണം മൊബൈലിൽ. അപ്പോൾ റൂമിൻ്റെ വാതിലടച്ചിട്ട് ശ്രുതിനെ ചീത്ത പറയുന്നു. എന്ത് പണിയാണ് ശ്രുതി ചെയ്ത്? ശ്രുതി എന്തിനാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പോണം? സച്ചി നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്, അവൻ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ശ്രുതി ഒന്നും വിട്ടു പറയരുത്, പരമാവധി സച്ചിയുടെ മുമ്പിൽ നിന്ന് ചാടാതെ സൂക്ഷിക്കണം. ആഹാ അവൻ അത്രയ്ക്കായോ? അവൻ എന്നോട് കളിച്ച് കയറി കഴിച്ച് ഒരു മിനിറ്റ് കൊണ്ട് ഈ പൈസയൊക്കെ ചിലവാക്കാൻ എനിക്ക് അറിയാൻ പറയണം ശ്രുതി. അങ്ങനെ ഇപ്പോൾ ശ്രുതി പൈസ ഒന്നും ചിലവാക്കണ്ട, ഞാൻ എന്ത് പറയണം അതുപോലെ പൈസ ചിലവാക്കിയാൽ മതി എന്ന് പറയാണ് ശ്രുതി. ശരി നീ പറയണ പോലെ ഞാൻ അനുസരിക്കുള്ളൂ എന്ന് പറയുന്നു. ഇതെന്തായാലും ഞാൻ രേവതിയോട് ചോദിച്ചിട്ടിരിക്കും, സച്ചിയുടെ വായ അടപ്പിക്കാൻ രേവതിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടുക്കളയിലേക്ക് പോകണം. അടുക്കളയിൽ പോകുമ്പോൾ രേവതി അവിടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് രേവതിയോട് ഒരു കാര്യം പറയണം. അപ്പോൾ എന്താ ശ്രുതി പറഞ്ഞോളൂ, എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം? നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് ഇടപെട്ടു എന്നാൽ സച്ചി എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം? എന്താ ഇടപെട്ട്? പിന്നെ ഈ പൈസയുടെ കാര്യത്തിൽ എന്തിനാ ശ്രുതിയോട് സച്ചി സംസാരിക്കുന്ന? കാരണം സച്ചേട്ടന് അതിനുള്ള അവകാശമില്ലേ? ഈ വീട്ടിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ ഇടപെടാനുള്ള അവകാശം സച്ചേട്ടനുണ്ടല്ലോ. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞല്ലോ, അച്ഛൻ്റെ പൈസ എടുത്തിട്ടല്ല അദ്ദേഹം ഓടിപ്പോയത്. അപ്പോൾ പിന്നെ പൈസ വരുമ്പോൾ അത് അച്ഛന് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സച്ചേട്ടനുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറയും, അങ്ങനെ ഇപ്പോൾ വല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ആരും ഇടപെടുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അത് ഇടപെടില്ലോ ശ്രുതി, അതിലെന്ത് ന്യായമുള്ളത്? ഈ വീട്ടിൽ എന്ത് നടന്നാലും സച്ചേട്ടൻ അതിൽ ഇടപെടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ന്യായീകരിക്കണം രേവതി. അപ്പോൾ ശ്രുതി പറയണു, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടണില്ലല്ലോ. ആര് പറഞ്ഞു? ഞാനന്ന് കാറ് മേടിച്ച് വന്നപ്പോൾ ശ്രുതി എന്നോട് വന്നിട്ട് കുറേ ക്രോസ് വിസ്താരം നടത്തിയല്ലോ, എവിടുന്ന പൈസ, എത്രയും പൈസ, എവിടുന്ന് എത്രയും പൈസ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് ശ്രുതി ക്രോസ് വിസ്താരം ചെയ്തതല്ലേ ചോദിക്കുകയാണ്. ഓ ബാഗ് എടുത്തോ? ആ അടിച്ചോ? ആ കച്ചോളൂ കേട്ടോ. ആ ടാറ്റാ. ആ ആ ശരി. ആ എന്നിട്ട് എൻ്റെ ആ കച്ചോളൂ. എന്നിട്ട് അങ്ങനെ ശ്രുതി പറയണ, അങ്ങനെ നാണയില്ലാത്ത തരം കാണിക്കരുത് എന്ന് പറയണം സച്ചിയോട്. സച്ചീനെ ഇങ്ങനെ ഇമാതിരി സ്വഭാവങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയണം പറഞ്ഞിട്ട് ശ്രുതി വാണിംഗ് കൊടുത്ത് പോകണം. വാണിംഗ് കൊടുത്ത് പോകുമ്പോൾ രേവതിക്ക് ദേഷ്യം വരാണ്. അപ്പോൾ രേവതി എന്നിട്ട് സച്ചി പുറത്ത് നിൽക്കണുണ്ട്. സച്ചി പുറത്ത് നിൽക്കണുണ്ട്. അപ്പോൾ രേവതി വന്നിട്ട് സച്ചിയുടെ പുറത്ത് വന്നിട്ട് ആഞ്ഞൊരു അടി അടിക്കുകയാണ്. അപ്പോൾ സച്ചി എന്താ രേവതി നീ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ പറ്റിയിട്ട്, നിങ്ങൾ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ സച്ചേട്ടാ എന്തൊക്കെ പറയണത് നിങ്ങളെപ്പറ്റി? ഇനി ഇതിൻ്റെ പേരിൽ പഴി മുഴുവൻ കേൾക്കേണ്ടത് ശ്രുതി അമ്മയൊക്കെ എൻ്റെ നെഞ്ചത്ത് കയറുന്നതുകൊണ്ട് നിൽക്കുകയാണ്. ആഹാ നിൻ്റെ നെഞ്ചത്ത് അവർ കയറി എന്നാൽ ഞാൻ ആ ചോദിച്ചിട്ട് തന്നെ ഉള്ളൂല്ലോ പറഞ്ഞിട്ട് സച്ചി എഴുന്നേറ്റ് ചോദിക്കാൻ നിൽക്കുകയാണ്.
അപ്പോൾ രേവതി പറയുന്നത് ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സച്ചേട്ടാ, ദയവ് ചെയ്തിട്ട് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ സച്ചി പറഞ്ഞ ഒരു വീടാവുമ്പോൾ രേവതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വഴക്കും വക്കാനൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനൊരു ഉത്തരക്കടലാസാന്ന് വിചാരിക്കുക, എനിക്ക് എത്ര മാർക്ക് ഇടണം നീ തീരുമാനിക്കുന്ന, ഞാൻ തിരിഞ്ഞ് നിൽക്കാം, നീ മാർക്ക് ഇടുമ്പോൾ സച്ചി തിരിഞ്ഞ് കാണാം. അപ്പോൾ രേവതിക്ക് ചിരി വരുന്നു, രേവതി ചിരിക്കുന്നു. അപ്പോൾ സച്ചി തിരിഞ്ഞ് നോക്കുമ്പോൾ രേവതി ചിരിക്കുന്നതാണ് കാണുന്നത്. കണ്ടോ എന്ത് ദേഷ്യത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നത്, എപ്പോൾ ചിരിക്കുന്ന കണ്ടോ പറഞ്ഞിട്ട് സച്ചി അവളെ ചിരിപ്പിക്കണം. അങ്ങനെ സച്ചി പോണു, വണ്ടി എടുത്തിട്ട് ട്രിപ്പിന് വേണ്ടിയിട്ട് പോണു. അപ്പോൾ രേവതി അവിടെ നിന്നിട്ട് ചിരിക്കുകയാണ് സച്ചി പോണ വഴി നോക്കിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മീരയും ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മീരയും ശ്രുതിയും സംസാരിക്കുമ്പോൾ മീര പറയണ, ശ്രുതി നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരച്ഛൻ സിംഗപ്പൂരിലുണ്ടെന്ന് പറയുക, അച്ഛൻ ജയിലിലാണെന്ന് പറയുക, ജയിലിലായി അച്ഛൻ 50 ലക്ഷം രൂപ അയച്ചു തരിക, നീ എങ്ങനെ ഇത്രയും കള്ളങ്ങൾ മെനഞ്ഞിട്ട് ഇത് ഇത്രയും ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട് മീര. അപ്പോൾ ശ്രുതി പറയുകയാണ്, അത് പിടിച്ചു നിൽക്കാൻ പറഞ്ഞ പാടെ എനിക്കറിയുള്ളൂ, സച്ചി കണ്ടമാനം ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവാൻ, കള്ളത്തരം കണ്ടുപിടിക്കാൻ അതിതീവ്രമായി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ നായകൻ, അതായത് ശ്രുതിയുടെ വില്ലൻ അരങ്ങേറുന്നു. അത് ആരാണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ നവീൻ ദാസ് തന്നെ. അപ്പോൾ എന്തായാലും ഉറപ്പിക്കുക, ശ്രുതിയുടെ കയ്യിലുള്ള പൈസ എന്നൊരു ഭാഗം അയാൾ അടിച്ചുകൊണ്ട് പോകുന്നു, 100% ഉറപ്പാണ്. അങ്ങനെ അയാൾ വന്ന് ബൈക്ക് നിർത്തുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നാളത്തെ കഥ നാളെ പറയാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്